സോയാ ചങ്ക്സും കടലയും ചേർത്തൊരു കറി വെച്ചതാണ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. സവാള, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, തക്കാളി എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തേ. അതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, ലേശം പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഇവയെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തേ. 5 മിനിറ്റ് വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തിയെടുത്ത സോയ വെള്ളമെല്ലാം നീക്കം ചെയ്തതിന് ശേഷം രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് നമുക്ക് ഈ വഴറ്റിയെടുത്ത കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കുതിർത്തിയ കടല കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ലേശം വെള്ളവും ചേർത്തൊന്ന് വേവിച്ചെടുക്കാം. എല്ലാം നല്ലപോലെ കുതിർത്തിയെടുത്തത് കാരണം 2-3 വിസിലടിച്ചപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടി. ഇതിൻ്റെ കൂടെ കഴിക്കാനായി നമ്മൾ ഇന്ന് ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത്. അതിനായി നമ്മൾ ഉപ്പുമാവ് റവയാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ടൊന്ന് വറുത്തെടുത്തു. പിന്നെ പാനിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു. അതിലേക്ക് കടുക് ഒന്ന് പൊട്ടിച്ചു. പിന്നെ നമ്മൾ ഇഞ്ചി, സവോള, പച്ചമുളക് ഇവ ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിരുന്നു. ഇഞ്ചിയുടെ പച്ചച്ചുവയൊക്കെ മാറി നന്നായിട്ട് വഴന്നു വന്നപ്പം അതിലേക്ക് കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തും കൂടെ ചേർത്ത് കൊടുത്തു. കുറച്ച് ഉപ്പ് കൂടി നമ്മൾ ചേർത്ത് കൊടുത്തു വഴറ്റിയ സമയത്ത്. അപ്പം നന്നായിട്ട് പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. ക്യാരറ്റും കൂടി ഒന്ന് വഴന്നു വന്നിട്ട് നമുക്കതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ ചേർത്ത് കൊടുത്തു. വഴറ്റാൻ ആവശ്യമായ ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തിരുന്നു. ഇനിയും നോക്കിയിട്ട് ആവശ്യമുള്ള ഉപ്പും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ നമ്മൾ റവ അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. എല്ലാ ഭാഗത്തും വെജിറ്റബിൾസ് എല്ലാം എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് ആവിയിൽ ഈ റവ ഒന്ന് വേവിച്ചെടുക്കണം. വറുത്തെടുത്ത റവയായതിനാൽ പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. അങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ കറിയും ഈ സമയം വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്കൊന്ന് താളിച്ചൊഴിക്കണം. അതിനുവേണ്ടി നമ്മളൊരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും കറിവേപ്പിലയും പൊട്ടിച്ചു. ലേശം മസാലപ്പൊടി കൂടി ഈ സമയം ചേർത്ത് കൊടുത്തു. എല്ലാം കൂടി മിക്സ് ചെയ്ത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. കടലയും സോയാ ചങ്ക്സും കൂടി നല്ല കോമ്പിനേഷനാണ്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ നമ്മുടെ ഈ കറി വളരെയധികം പോഷകപ്രദവുമാണ്. സോയാ ചങ്ക്സും കടലയും ഒക്കെ എല്ലാവർക്കും വളരെ ഇഷ്ടമാണല്ലോ. ഇത് ഒന്നിച്ച് ചേർത്ത് കറി വെക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ്. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡിയായി. ഇനി നമുക്ക് കഴിച്ചാലോ. ഉപ്പുമാവൊക്കെ നമ്മൾ നല്ല ചൂടോടെ കഴിക്കുന്നതാണ് ടേസ്റ്റ്. ഉപ്പുമാവ് മാത്രമല്ല ഏത് പലഹാരങ്ങളായാലും ചൂടോടെ തന്നെ കഴിക്കുന്നതാണ് നല്ലത്. അങ്ങനെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പുമാവ് എടുത്തു. കൂടെ നമ്മുടെ സോയാ ചങ്ക്സും കടലയും ചേർത്തുണ്ടാക്കിയ കറിയും. ഇതൊക്കെയാണ് നമ്മുടെ രാവിലത്തെ വിശേഷങ്ങൾ. പുതിയ പുതിയ റെസിപ്പികളും വിശേഷങ്ങളും ഒക്കെ ആയി അടുത്ത ഒരു വീഡിയോയിൽ കാണാം എന്ന പ്രതീക്ഷയോടെ